നടിയെ ആക്രമിച്ച കേസിൽ നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് അതിജീവിത. മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് തനിക്ക് ഭരണഘടന അനുവദിച്ച അവകാശമാണെന്ന് അതിജീവിത പ്രതികരിച്ചു. മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ അതിജീവിതയുടെ ആദ്യ പ്രതികരണം സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ്. ഗായത്രി ചേരുന്നു. ഗായത്രി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്? നടിക്കെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചോർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കണമെന്ന്, അല്ലെങ്കിൽ അന്വേഷണം നടത്തണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി അതിലെ സാക്ഷികളുടെ മൊഴി വേണമെന്ന ഒരു ആവശ്യവും ഹർജിയും അതിജീവിത ഫയൽ ചെയ്തിരുന്നു. ആ ഒരു കാര്യത്തിൽ ഇന്നലെ ഹൈക്കോടതി നിലപാടെടുക്കുകയുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട് വസ്തുതാന്വേഷണത്തിന്റെ അതിലെ മൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് ലഭിക്കണം എന്ന് കോടതി ഇന്നലെ പറയുകയുണ്ടായി. അത്തരത്തിൽ അതിജീവിതയ്ക്ക് ആ ഒരു മൊഴികളുടെ പകർപ്പ് ലഭ്യമായ സാഹചര്യത്തിൽ അതിൽ നിന്നാണ് അതിജീവിത ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയിരിക്കുന്നത്. ഇത് തികച്ചും ഞെട്ടിപ്പിക്കുന്നതും നീതിരഹിതവുമായ നീതിരഹിതവുമായ സംഭവമാണ് ഉണ്ടായത് എന്നാണ് അതിജീവിത ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. എന്റെ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി. അത് ട്രാജിക്കലി ഷോക്കിംഗ്, ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന കാര്യമാണെന്നാണ് അതിജീവിത പറയുന്നത്. ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ് സ്വകാര്യത എന്ന് പറയുന്നത്. സ്വകാര്യത പലതവണ ലംഘിക്കപ്പെട്ടു എന്ന് ഈ റിപ്പോർട്ടിലൂടെ ലഭ്യമാവുന്നു. അത് ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും എന്റെ പ്രൈവസിക്ക് അല്ലെങ്കിൽ എന്റെ സ്വകാര്യത ഹനിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകുന്നത്, തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീതിരും, അത്തരത്തിൽ വേദനിക്കുന്നവരെ കൂടുതൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇത്തരത്തിൽ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത് എന്നാണ് അതിജീവിത പ്രതികരിക്കുന്നത്. എന്നാൽ ഇതൊന്നും കൊണ്ട് തന്നെ ജുഡീഷ്യറിയിലുള്ള തന്റെ ഒരു വിശ്വാസം അവസാനിക്കുന്നില്ല. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ എനിക്ക് നീതി ലഭിക്കുന്നത് വരെ ഞാൻ ഈ ഒരു പോരാട്ടം തുടരുകയും ചെയ്യും. ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ല എന്നൊരു പ്രത്യാശയോടുകൂടി എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും എന്നാണ് അതിജീവിത ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. ഇതിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ, അതായത് പലതവണ തുറന്ന് പരിശോധിക്കപ്പെട്ട സംഭവത്തിൽ തന്റെ സ്വകാര്യത ഹനിക്കപ്പെട്ടിരിക്കുന്നു. അത് അങ്ങനെ ചെയ്യുന്നത് വേദനിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ മുറിവേൽക്കപ്പെട്ട വ്യക്തിക്ക് കൂടുതൽ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. അവിടെ സന്തോഷിക്കുന്നത് അത് ചെയ്ത ആളുകളുമാണ്. ഇത്രയുമൊക്കെ ആയിട്ടും തന്റെ അവസാനത്തെ പ്രതീക്ഷ നശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജുഡീഷ്യറിയിലുള്ള നിയമവ്യവസ്ഥയിലുള്ള തന്റെ പ്രതീക്ഷ നശിച്ചിട്ടില്ല. അതിനാൽ തന്നെ നീതി ലഭിക്കുന്നത് വരെ താൻ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് അതിജീവിത ഈ സമൂഹ മാധ്യമത്തിലൂടെയുള്ള ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് അതിജീവിത വ്യക്തമാക്കുന്നു. ഗായത്രിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.